Assalamu alaikum. Hello my dear students. So in this class we are going to learn a new chapter from your science text. What is our chapter name? Fiber to fabric. You want to understand one thing, that the first two chapters are from biology. Okay, so this chapter is from chemistry. Fiber to fabric is from the chemistry portion aanu. First two chapters endilana biology portions aanu. This chapter is from chemistry. Ninga science text il physics in your science text there is biology portions, chemistry portions and physics portions also. So first two chapters are from biology and this chapter is from chemistry. Fiber to fabric is from chemistry. Science എന്ന് പറയുമ്പോൾ it's a mixture of physics, chemistry and biology. First two chapters are from biology and this chapter is from chemistry. Okay, so we can start our chapter. What is our chapter name? Fiber to fabric. Okay, fiber to fabric is the chapter name. There is a continuation of this chapter in the 7th standard. Okay, you can learn more about this chapter in the 7th standard. Okay, so basic things are. In this chapter we are going to learn about the fiber of basic things about the fibers. Okay, you just go to a cloth എന്താണ് ഒരു ടെക്സ്റ്റൈൽസിലോട്ട് പോവുക. ഓക്കെ, ഇഫ് യു കൺസിഡർ ദ ടെക്സ്റ്റൈൽസിൽ വാട്ട് വി ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ആർ ദെയർ അല്ലേ. ഒരുപാട് ടൈപ്സിലുള്ള ക്ലോത്ത്സ് ഉണ്ട് അവിടെ. ഇപ്പം ചുരിദാർ, ദെൻ സാരി, പർദ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ആർ ദെയർ. Okay, so and the materials also different. Material എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ചിലത് എന്താണ്, some clothes we say that it is cotton or it's polyester, something like that, അല്ലെങ്കിൽ പോളി കോട്ടൺ, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്താണ് ഡ്രസ്സസിന് പോലും എന്താ ഉണ്ട് അവിടെ ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ. കോട്ടൺ ഡ്രസ്സസ്, കോട്ടൺ ഈസ് മോർ എന്താണ് കംഫർട്ടബിൾ ടു വിയർ ഓൾസോ അല്ലേ. കോട്ടൺ ഡ്രസ്സാണ് നമുക്ക് കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഭയങ്കര എന്താണ് വിയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്, ഇറ്റ് ഈസ് നോട്ട് കംഫർട്ട് ടു വിയർ ബിക്കോസ് എന്താണ് കോട്ടൺ ഈസ് മോർ സോഫ്റ്റ് ടു വിയർ. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഓർ ദ ഫേബ്രിക്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഫേബ്രിക്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഫേബ്രിക്സും ഉണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് ചാപ്റ്റർ യു ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ഫൈബേഴ്സ്. വാട്ട് ഈസ് ദാറ്റ്? ഫൈബേഴ്സ് അല്ലേ. ഫൈബറിനെ കുറിച്ചാണ്. അപ്പം നമുക്കറിയാം ഫേബ്രിക് ഈസ് മെയ്ഡ് ഫ്രം ദ ഫൈബർ. നമ്മുടെ വസ്ത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ക്യാൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സസൊക്കെ ഉണ്ടാക്കുന്നതെന്ന്? ഫ്രം ദ വി നോ ദാറ്റ് ദർ ഈസ് യാൺ അല്ലേ. വെൻ വി ടേക്ക് എ പീസ് ഓഫ് ക്ലോത്ത്, നിങ്ങളൊരു ക്ലോത്ത് എടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത്, എന്ത് ക്ലോത്തെങ്കിലും എടുക്കുക, വി ക്യാൻ സീ ദാറ്റ് ദർ ആർ സർട്ടൻ ത്രെഡ്സ് അല്ലേ. ഈ ത്രെഡ്സ് ടുഗെദർ, ദിസ് ത്രെഡ്സ് ടുഗെദർ ടു ഫോം ദ ക്ലോത്ത്. ത്രെഡുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ത്രെഡിനെ വി ക്യാൻ അതർവൈസ് കോൾഡ് ഇറ്റ് ആസ് യാൺ, ത്രെഡ് ഓർ യാൺ. ഓക്കെ, ദിസ് ഈസ് സ്പെല്ലിംഗ് ത്രെഡ് ഓർ യാൺ. വി ക്യാൻ സേ ദാറ്റ് ത്രെഡ്, അല്ലെങ്കിൽ ത്രെഡ് ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത് ഈ എന്താണ് വസ്ത്രങ്ങൾ. വി നോ ദാറ്റ് ദ ത്രെഡ് ഓർ യാൺ ടുഗെദർ ടു ഫോം ദ ഫേബ്രിക്. നമ്മളൊരു എന്താണ് വി ടേക്ക് എ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ എന്താണ് വളരെ മൈന്യൂട്ടായിട്ട് നോക്കിയാൽ നമുക്ക് വി ക്യാൻ സീ ദാറ്റ് നമുക്ക് അതിനകത്ത് നിന്ന് ഓരോ ത്രെഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് എന്താണ് ഇങ്ങനെ എടുക്കാൻ പറ്റും അല്ലേ. വി ക്യാൻ ടേക്ക് ദ ത്രെഡ് ഫ്രം ദ ക്ലോത്തിൽ നിന്ന് ത്രെഡ് എടുക്കാൻ പറ്റും. സോ ക്ലോത്ത്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? ക്ലോത്ത്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ത്രെഡ് ഓർ യാൺ. അപ്പോൾ ഈ ത്രെഡിനെയും യാണിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഫേബ്രിക്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? ഫൈബേഴ്സ്. സോ വേർ ഡിഡ് ഗെറ്റ് ദ ഫൈബേഴ്സ്? ഈ ഫൈബേഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആൻഡ് വാട്ട് ഈസ് ദ പ്രോസസ് ബിഹൈൻഡ് ടു മേക്കിംഗ് ദ യാൺ ഓർ ദ ഫൈബർ? ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ about the how to we made the fiber or fabric or yarn. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഫൈബേഴ്സൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു അല്ലേ. വേർ ഡിഡ് ദ ഫൈബേഴ്സ് ഗെറ്റ് ഫ്രം? സോ ഫ്രം ദ നേച്ചർ വി ഗെറ്റ് ദ ഫൈബേഴ്സ്. നേച്ചറിൽ നിന്ന് കിട്ടാറുണ്ട് ഫൈബേഴ്സ്. ഈ ഫൈബേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഫേബ്രിക്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ വേർ ഡിഡ് ദ ഫൈബേഴ്സ് ഗെറ്റ് ഫ്രം? അപ്പോൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പം വി ഗെറ്റ് ദ ഫൈബേഴ്സ് ഫ്രം നേച്ചർ ആൻഡ് വി മേക്ക് ദ ഫൈബേഴ്സ് ആർട്ടിഫിഷ്യൽ ഓൾസോ. ആർട്ടിഫിഷ്യലായിട്ടും ഉണ്ടാക്കാറുണ്ട്. എന്താണ് ഫ്രം ദ നേച്ചർ വി ഗെറ്റ് ദ എന്താണ് ഫൈബേഴ്സ് നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. സോ എന്താണ് നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സും ഉണ്ട്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് വിച്ച് ആർ ദേ നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ്. ബിഫോർ ദാറ്റ് വാട്ട് ഈസ് ഫൈബർ എന്ന് പറയുന്നത് എന്താണ്? സോ ബേസിക് തിങ്സ് ദിസ് ചാപ്റ്റർ ഇസ് ഫൈബർ. So what is fiber? The thin
strands of thread that we see are made up of small thinner strands called fibers. അല്ലേ, എന്താണ് ദ തിൻ സ്ട്രാൻഡ്സ് ഓഫ് ത്രെഡ്? ആ ത്രെഡിൻ്റെ തന്നെ തിൻ സ്ട്രാൻഡ്സിനെ, അതിലും ചെറിയ സ്ട്രാൻഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സോ ദ ഫൈബേഴ്സ് ഫ്രം ദ ഫൈബേഴ്സ് എന്താണ് നിറ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് സ്വെറ്റേഴ്സ് ഫോം ദ യാൺ അല്ലേ, ഈ അല്ലെങ്കിൽ ത്രെഡ്. ഈ ഫൈബേഴ്സിൽ ഈ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ യാണിനേക്കാളിലും ത്രെഡിനേക്കാളിലും മൈന്യൂട്ടായിട്ടുള്ളതാണ്. ഫ്രം ദിസ് ഫൈബേഴ്സ് ദ സ്വെറ്റേഴ്സ് ഓർ ദ നിറ്റേഴ്സ് എന്താണ് നിറ്റ് ദ ഫൈബേഴ്സ് ഓർ ദ ക്ലോത്ത്സ്. ഈ എന്താണ് ഈ യാൺ അല്ലെങ്കിൽ ഈ പിന്നെ ത്രെഡിൽ നിന്നാണ് അല്ലെങ്കിൽ ഫൈബേഴ്സിൽ നിന്നാണ് ഈ യാൺ അല്ലെങ്കിൽ ത്രെഡ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ത്രെഡ് ആർ മേഡ് അപ്പ് ഫ്രം വാട്ട്? ത്രെഡ് ആർ മേഡ് അപ്പ് ഫ്രം ഫൈബേഴ്സ്. ഫൈബേഴ്സിൽ നിന്നാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ത്രെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ദ തിൻ സ്ട്രാൻഡ്സ് ഓഫ് ത്രെഡ് ദാറ്റ് വി സീ ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റിൽ തിന്നർ സ്ട്രാൻഡ്സ്. അതിലും ത്രെഡിനേക്കാളിലും തിന്നറായിട്ടുള്ള സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഈ ത്രെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദാറ്റ് തിന്നർ സ്ട്രാൻഡ്സ് ആർ കോൾഡ് ഫൈബേഴ്സ്. ആ തിന്നർ സ്ട്രാൻഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫൈബേഴ്സ്. ദ തിന്നർ സ്ട്രാൻഡ്സ്. Okay, so the thinner strands are called what? The thinner strands are called fibers. Okay, so the thinner strands are called what? Fibers. Okay, so Miss Varanju, there are natural fibers and artificial fibers. From the nature we get the fiber. നേച്ചറിൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഫൈബേഴ്സ് കിട്ടാറുണ്ട്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് നാച്ചുറൽ ഫൈബർ. എന്താണ് നാച്ചുറൽ ഫൈബർ? ഓക്കെ, natural. So what is natural fiber? എന്താണ് natural fiber? The fibers of some fabrics such as cotton, jute, silk are get from the nature. Natural നിന്ന് കിട്ടുന്ന fibers we can say that it is natural fibers. So what are the examples for natural fibers? Silk, പട്ടെന്ന് പറയത്തില്ലേ, silk, then jute, cotton. So what are the natural fibers? Silk, jute, cotton are the natural fibers. Okay, so it get from nature and we can call it as natural fibers. Okay, it get from the nature, so we can call it as the natural fibers. What are the examples for natural fibers? Silk. Okay, silk. Where the silk get from? Where the silk get from? Silk get from the silk moth. Okay, പട്ടുനൂൽ പുഴു എന്ന് പറയും കേട്ടോ. So the silk get from the silk moth. Jute is get from where? Jute plant. Jute is get from the jute plant. Okay. Then cotton. Where the cotton we get? The cotton get from the cotton plant. Okay. Cotton plant ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് cotton ലഭിക്കുന്നു. So these are the examples for natural fibers. So what are natural fibers? The fibers we get from the nature is called natural fiber. And what are the examples for natural fibers? Silk, jute and cotton are the examples for natural fiber. Silk get from the silk moth. Okay, then another section, synthetic fibers. Okay, so the next section is what are synthetic fibers. From the name we can understand what is synthetic. Synthetic means what? Synthetic means artificial. Okay, synthetic fiber. So what do you mean by synthetic? Synthetic means artificial. So we what is synthetic fibers? Substance which are not obtained from plants or animal sources. These are called synthetic fibers. The synthetic fibers are not get from the natural or the plant sources. നേച്ചറിൽ നിന്ന് കിട്ടാത്ത അല്ലെങ്കിൽ പ്ലാന്റ് സോഴ്സിൽ നിന്നോ അനിമൽ സോഴ്സിൽ നിന്നോ കിട്ടാത്ത ഫൈബേഴ്സിനെയാണ് നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മെയ്ഡ് ബൈ ഹൂ? ദ സിന്തറ്റിക് ഫൈബേഴ്സ് ആർ മെയ്ഡ് ബൈ മാൻ. അല്ലേ, മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന ഫൈബേഴ്സ് ആണ് ഇതെന്ന് പറയുന്നത് സിന്തറ്റിക്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വേർഡ് സിന്തറ്റിക്? സിന്തറ്റിക് മീൻസ് artificial. Artificial fibers are called synthetic fibers. Okay, so some examples are there. Polyester, nylon. Polyester, nylon, polyester, nylon. Then what is an acrylic? Okay, these are the examples for synthetic fibers. Synthetic fibers are made by man. Okay, so what are the examples for synthetic fibers? Synthetic examples for synthetic fibers are polyester,
nylon and acrylic are the examples for the synthetic fibers. Okay, so in this class we learned about what? We learned about the fibers, mainly about the fibers. There are two types of fibers. Which are they? Natural fibers and artificial fibers. Natural fibers means we get the fibers from the nature, and synthetic fibers mean, what are the examples for natural fibers? Silk, cotton, jute are the examples for natural fibers. Then we learned about the synthetic fibers. Synthetic means artificial. Artificial fibers or the human made fibers are the synthetic fibers. What are the examples? Polyester, nylon and acrylic are the examples. Another examples are there. You just learned about a few examples from this chapter. And what are the examples? Polyester, nylon and acrylic. So in the next class we will learn about the natural fibers, detailedly about the natural fibers. Now we can wind up.